ഇന്നലെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് അതായത് ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്തു എന്ന് വിചാരിക്കണോ? ഉം. നമ്മള് വീഡിയോ വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് വിട്ടു തന്നിട്ടുണ്ട്, കുറച്ച് പേര് വിട്ടു തന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കണോ? പിന്നെ അപ്പോൾ ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് നമ്മളുടേത് എന്ന്. ഇത് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഇതിൽ. മീൻസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ഞാൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കണത് അതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഇന്നലെ IoT ക്ലൗഡിൽ കണക്ട് ചെയ്തു. ബ്ലിങ്ക് എന്നുള്ളൊരു ക്ലൗഡിൽ കണക്ട് ചെയ്തു. അപ്പോൾ അതെല്ലാവരും റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. ഞാനതൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോണത് അതാണ്. ബ്ലിങ്ക് എന്താണെന്നാണ് നമ്മൾ നോക്കണത്. അത് നമുക്ക് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്ലൗഡിൽ കണക്ട് ചെയ്യണ്ടേ. ബ്ലിങ്ക് മാത്രമല്ല കുറേ ഇതുണ്ട്. ലൈക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താ ആർഡിനോട് തന്നെ നമ്മളുടെ IoT പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതൊക്കെ ക്ലൗഡുകളാണ്. ഇതിലൊക്കെ നമുക്ക് വേണമെച്ചാൽ ഇത് ചെയ്യാം. പക്ഷേ ഇതിലൊക്കെ ലിമിറ്റ്സ് ഉണ്ട്. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. ഇതിൽ കണ്ടോ 5 എണ്ണമാണ് യുവർ പ്ലാൻ ഡീറ്റെയിൽസ്. ഇത് ഞാൻ പേയ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. അതിലിതാ 5 ഡിവൈസസ് കണക്ട് ചെയ്യുക ആൻഡ് ടെംപ്ലേറ്റ് 10 ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഓക്കെ. ആൻഡ് നമുക്ക് എത്ര 1 10 100 1000 10000 ലക്ഷം 1,00,000 മെസ്സേജസ് അയക്കാൻ പറ്റും. ഇതിലിപ്പോൾ 14 അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ ഞാൻ ഇപ്പോൾ നമ്മൾ എന്താണ് ബ്ലിങ്ക്, അതെങ്ങനെ കണക്ട് ചെയ്യണോ ആൻഡ് അതിൻ്റെ വർക്കിംഗ് എന്താണെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. ഫസ്റ്റ് ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടോ ഇതിൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. മീൻസ് നമുക്ക് സ്വിച്ച് ആഡ് ചെയ്യാനാണെങ്കിൽ മീൻസ് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഹ്യൂമിഡിറ്റി സെൻസർ ആണെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമിഡിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാകും. ഇല്ല നമുക്കിപ്പോൾ ടെമ്പറേച്ചർ സെൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്കിങ്ങനെ ടെമ്പറേച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ജിയോ മാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണം. അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് അതൊക്കെ പ്രീമിയം വേർഷനിലേ കിട്ടുള്ളൂ. ബട്ട് ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മളുടെ ഈ ഒരു ക്ലാസ് അതായത് നമ്മളിതിൻ്റെ വർക്കിംഗ് മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ട് 3 ക്ലാസ്സിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ബ്ലിങ്ക് അതായത് മീൻസ് ഈ ക്ലൗഡ് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതും, രണ്ടാമത്തെ ക്ലാസ് ഹാർഡ്വെയറും, മൂന്നാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് നമ്മൾ ഇതിൻ്റെ ഫുള്ള് അതായത് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അതായത് ഫുള്ളി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. മീൻസ് ഫസ്റ്റ് 2 ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ ക്ലാസ് മേ ബി നമ്മൾ എടുക്കും. അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും, ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കില്ല. ആൻഡ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ക്ലാസ് വരിക നമ്മൾ ഇതില്ലാണ്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്നു, ക്ലൗഡ് ഇല്ലാണ്ട് നമ്മളെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു കാര്യം നമ്മൾ കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കണ്ടോ സ്വിച്ച് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡർ മീൻസ് നമ്മൾ സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനാണ്. അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലൈഡറൊക്കെ യൂസ് ചെയ്യാം. കണ്ടോ നമുക്കിങ്ങനെ സ്ലൈഡർ യൂസ് ചെയ്യാം. ലേബലിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. മീൻസ് ഇത് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സംഭവം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതേമാതിരി ഇതിൽ പിന്നെന്താണ് ഡിവൈസ് ടേബിള്, ഡിവൈസ് നെയിം, ഡിവൈസ് ടേബിള് അതൊന്നും ഞാൻ ഇതുവരെയ്ക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ബട്ട് അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കുക. അങ്ങനെ ഓക്കെ. അതിന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഇതിന്ന് റിമൂവ് ചെയ്യാം.
ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ പിന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റം ഡാറ്റയാണ്. ഇതിൽ നമുക്ക് ഡാറ്റ സെറ്റ് ചെയ്തെക്കാൻ പറ്റും. മീൻസ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമേജും കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചാറ്റ്സ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് വാട്സപ്പിൽ കണ്ടിട്ടില്ലേ, വാട്സപ്പിൽ നമ്മൾ ബിസിനസ് അക്കൗണ്ട്സിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹായ് ഇട്ടാൽ നമുക്ക് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കസ്റ്റം ചെയ്ത റെസ്പോണ്ട് കിട്ടും. അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണം, ഡാറ്റാസ് സ്റ്റോർ ചെയ്യണം. അതായത് മീൻസ് ഒരു ഡാറ്റാബേസ്, അതിൽ നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദി മെയിൻ പാർട്ടാണ് ഇതിൽ ഡെവലപ്പർ സോൺ. നമ്മൾ ഇതിലാണ് ടെംപ്ലേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അതായത് നമുക്കൊരു സംഭവം സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വേണം. ഇതിൽ ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ന്യൂ ടെംപ്ലേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ESP32 ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് കൊടുക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഡൺ കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ഒന്നും കൊടുക്കണില്ല, ഞാൻ ജസ്റ്റ് 1 2 3 എന്നാണ് കൊടുക്കണം. കാരണം എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഡണ്ണ് കൊടുത്തു. അപ്പോൾ ഇതിൽ കാണാം ഈ കോൺഫിഗർ ടെംപ്ലേറ്റ്, സെറ്റപ്പ് ഡാറ്റ സ്ട്രീം, സെറ്റപ്പ് ദി വെബ് ഡാഷ്ബോർഡ്, ആഡ് ഫസ്റ്റ് ഡിവൈസ്, അങ്ങനെ 4 കാര്യങ്ങൾ. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതിൽ നമ്മൾ അത് ഡാറ്റ സ്ട്രീം. ഈ ഡാറ്റ സ്ട്രീം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഡാറ്റ സ്ട്രീം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യണതാണ്. അതായത് മീൻസ് നമ്മളുടെ നമ്മളുടെ ഈ ഒരു ക്ലൗഡും ആൻഡ് നമ്മളുടെ ESP അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളറായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മീൻസ് നമ്മൾ ഡാറ്റാസ് അങ്ങോട്ടും പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഡാറ്റ സ്ട്രീംസിൽ നമ്മൾ വെർച്വൽ പിൻ എന്നാണ് പറയുന്നത്. ഈ പിന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഇത് കൊടുക്കുക. അതായത് ലൈക്ക് നമ്മളിപ്പോൾ ഒരു LED ഓൺ ആകണം, D1ലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് കണക്റ്റ് ആകുമ്പോട്ടെ നമ്മൾ കോഡിൽ ഈ ഡാറ്റ സ്ട്രീമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതാക്കുക. അതായത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചിലൊക്കെ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യും. അത് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇത് കണക്ട് ചെയ്യണത്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ഓണും ഓഫ് ആക്കുക. അതായത് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ സ്ട്രീം എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യണത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഡാറ്റ കൺവേർഷൻ, ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ആൻഡ് വെബ് ഡാഷ്ബോർഡ്. ഈ വെബ് ഡാഷ്ബോർഡ് ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മളിപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിലാകെ നോക്കേണ്ടത് ഒന്ന് ഹോം പേജ്, ഡാറ്റ സ്ട്രീം, വെബ് ഡാഷ്ബോർഡ്. അപ്പോൾ ഞാൻ എന്താട്ടി ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തില്ലേ, V0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർച്വൽ പിന്നെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു സ്വിച്ച് എടുത്തു, ഇവിടെ വെച്ച് ആൻഡ് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണും ഡാറ്റ സ്ട്രീം. നമുക്ക് അതിക്ക് കണക്ട് ചെയ്യണം. ഇത് പറഞ്ഞ മാതിരി ഇത് ഓണാക്കിയാലാണ് നമുക്ക് ഇത് ഓൺ ആൻഡ് ഓഫ് ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതല്ല വേറെ ഏതെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ആക്കാം നമുക്ക്. ഇത് റിമൂവ് ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ സ്ലൈഡാണ് നോക്കുന്നത്. സ്ലൈഡ് ഈ ബട്ടൺ യൂസ് ചെയ്യുക, സ്ലൈഡ് അതിന് പറ്റില്ല നമ്മൾ LED ഓൺ ആൻഡ് ഓഫിന്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ എന്താട്ടി ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു സാധനം ബട്ടൺ വലുതാക്കണം ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് നോക്കുക. അതിൽ നിങ്ങളൊന്ന് എന്തായാലും ഇത് നമുക്ക് ഇരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുക. ഇത് കണ്ടോ, ജസ്റ്റ് ഓൺ ആൻഡ് ഓഫ് കണ്ടോ. ഇതിപ്പോൾ പുഷ് ബട്ടനാണ്. നമ്മൾ ഇത് സ്വിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഓൺ ആൻഡ് ഓഫ്. അത് നമുക്കിവിടെ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. നമ്മളുടെ മറ്റേതിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഇത് കണ്ടോ, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇനിയിപ്പോൾ അതിൽ സൈസും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ളതും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഞാനത് എന്താട്ടി ഇങ്ങനെ വെർച്വൽ പിന്നിൽ കണക്ട് ചെയ്തില്ലേ, വെർച്വൽ പിന്നിൽ കണക്ട് ചെയ്തു. ആൻഡ് സേവ് കൊടുത്തു, ആൻസർ കൊടുക്കുക. ഇനി ഇവിടെ ഉള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം എന്താട്ടി ഇനി ഡയറക്റ്റ് ഹോമിക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും ഈ 3 കാര്യങ്ങളും ഓക്കെ ആയിട്ടുള്ളത്. ആൻഡ് നമുക്ക് വേണ്ട കാര്യം ഡിവൈസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഏതാണ്, ഡിവൈസ് നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പേര് കൊടുത്തു, ബാക്കിയുള്ളതിൽ അല്ലെങ്കിൽ 1 2 3 എന്ന് കൊടുത്തു. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ESP ഒക്കെ കൊടുത്തു. അപ്പോൾ അവിടെ അവിടെ എന്താട്ടി ഓൺലൈനായി. അപ്പോൾ
ഇത്രേ ഉള്ളൂ ഈ ഒരു ബ്ലിങ്ക് എന്നുള്ളൊരു സംഭവം. മനസ്സിലായോ? അത്രയും സിമ്പിളാണ്. ആൻഡ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക. ഇതിൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതെന്താണ്, എങ്ങനെയാണ് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു സംഭവം. ഇനി ഇതേമാതിരി തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളുടെ കണക്ട് ചെയ്യാൻ USB-ക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യണതാണ്. ഇത് നമ്മളിത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ID ആൻഡ് ഇത് ഈ ഒരു ടോക്കൺ എന്ന് പറഞ്ഞൊരു പാസ്വേഡ് മാതിരിയാണ്. നെയിം എന്താണ് നമ്മളുടെ പ്രോജക്റ്റിൻ്റെ നെയിമാണ്. അതായത് ഞാൻ 1 2 3 നമുക്ക് നമ്മൾ ഇതിൽ തന്നെ 2 3 4 5 എണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഏതിലേക്കാണ് പോകാൻ ഇത് നമ്മളുടെ എന്താണ് ടെംപ്ലേറ്റ് ID, നമ്മളുടെ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ID ആണ്. ഈ ടെംപ്ലേറ്റിൽ തന്നെ നമ്മൾ കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏത് കിട്ടണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1 2 3 എന്നുള്ള നെയിം എന്ന് പറയുന്നത്, എന്താണ് ബ്ലിങ്ക് ടെംപ്ലേറ്റ് നെയിം എന്ന് പറയുന്നത്. പിന്നെ ബ്ലിങ്ക് ടോക്കൺ എന്ന് പറയുന്നത് അത് നമ്മൾ ലൈക്ക് ഒരു പാസ്വേഡ് മാതിരിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ആക്സസിനുള്ള ഒരു പാസ്വേഡ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ കോഡിൽ കൊടുക്കും. അത് കോഡിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സാധനം ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ആൻഡ് ഇതേമാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർഡിനോൻ്റെ IoTൻ്റെ ഇതിൻ്റെ വേറെ കുറേ IoT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതെന്താ പരിചയപ്പെടുത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫ്രീ പ്ലാനിൽ നടക്കുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, മീൻസ് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ പണിയാണ്. മനസ്സിലായോ? അതാണ് ബേസിക്കലി നമുക്ക് അതായത് IoTക്ക് ഒരു ബേസിക് കാര്യങ്ങൾ എന്താണ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ബ്ലിങ്കിലാണ് ആദ്യം നോക്കുക. പിന്നെയാണ് ഇതൊക്കെ വരുന്നത്. കണ്ടോ, ഇതിലൊക്കെ എന്താണ് നല്ല പ്ലാൻ, അതായത് നല്ല എന്താണ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ ഒക്കെ ഫ്രീ ആയിട്ട് നോക്കണം. നമുക്ക് പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണ സോഴ്സ് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ബ്ലിങ്ക് ചൂസ് ചെയ്തു, ആൻഡ് ബ്ലിങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണത്, ആൻഡ് നമ്മളുടെ ഈ ഒരു എന്താണ് നെയിം ID പാസ്വേഡ് കാര്യങ്ങളും പിന്നെ വെർച്വൽ പിൻ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടെന്താണെന്ന് വെച്ചാൽ ഈ വെർച്വൽ പിൻ എന്ന് പറയണത് എന്താണെന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ വെർച്വൽ പിന്നാണ് ഈ ഒരു ബ്ലിങ്ക് എന്ന് നമ്മളുടെ ESPക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് ഈ വെർച്വൽ പിൻ വഴിയാണ്. നമ്മൾ അതിൽ തന്നെ നമുക്ക് ജസ്റ്റ് ആ സ്വിച്ച് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ചിൽ ഈ 0 മാക്സ് എന്നുള്ള സംഭവമല്ലേ, ഈ 0 എന്ന് പറഞ്ഞ ഓഫും ഈ മാക്സ് എന്ന് പറഞ്ഞാൽ ഈ മാക്സ് 1 ആണ്, ഈ 1 എന്ന് പറഞ്ഞ ഓണും ഈ ഇതിൽ ലൈക്ക് 0101 ആ ഒരു സംഭവമാണ് ഇതിൽ. അപ്പോൾ ഇതിൽ ഈ 0101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്താണ് കൺട്രോൾ ചെയ്യണത്. ഇതിൽ 0 എന്ന് പറഞ്ഞ ഓഫും 1 എന്ന് പറഞ്ഞ ഓണും. മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് അങ്ങനെ ഓരോന്നും മാറ്റിയിട്ട് അതൊക്കെ നിങ്ങൾ വലിയ വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ ആവശ്യമുള്ളൂ. അതൊക്കെ നിങ്ങൾ അങ്ങനെ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പഠിച്ചു വരും. അതിപ്പോൾ ഞാൻ പറഞ്ഞെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായിട്ടും ജസ്റ്റ് അതെടുത്ത് ഇടും ഇപ്പോൾ ചെയ്യുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് അത് കിട്ടൂല. അപ്പോൾ നിങ്ങൾ വീണ്ടും വീഡിയോ എടുത്ത് കാണണം, അങ്ങനെ കുറേ പരിപാടി. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ സ്വന്തമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും സ്റ്റോറായിട്ട് കിടക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഇതിൽ വന്നിട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ഇതാക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സേവായി കിടക്കുന്നുണ്ടാവും. മനസ്സിലായോ? ആൻഡ് ഇതേമാതിരി തന്നെ ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്തില്ല, സേവ് ചെയ്തിട്ട് വെബ് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെർച്വൽ പിന്നിൽ കാണും 0101 എന്നുള്ള ഫോർമാറ്റ് കാണുന്നില്ലേ? ഇതാ ഡാറ്റ സ്ട്രീം മെയിൻ മാക്സ് 0 എന്ന് പറഞ്ഞ ഓഫും ഇത് 0 എന്ന് പറഞ്ഞ ഓഫും 1 എന്ന് പറഞ്ഞ ഓണും അങ്ങനെയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സാധനം ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കി വെച്ച് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ടൈമിൽ ഇത് കത്തണം, ഇന്ന ടൈമിൽ ഇത് ഓഫ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ബേസിക്സ് പഠിക്കുകയാണ് IoTൻ്റെ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അത് ഓരോന്ന് മനസ്സിലായി വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ
ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളുടെ കമ്പനി നമ്പർ, അതായത് ബിസിനസ് നമ്പർ, നമ്മളുടെ നമ്മൾ എടുത്തത് ഒരു വേറെ ആൾ യൂസ് ചെയ്തിരുന്ന നമ്പറായിരുന്നു. അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കോളുകൾ വരുന്നുണ്ട്. അൺനോൺ ആയിട്ടുള്ള കോളുകൾ വന്നിട്ട് നമുക്ക് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കുറേ കോളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ പറ്റി, നമ്മൾ കുറേ കംപ്ലൈൻറ്റ് ചെയ്തു, ബട്ട് അതൊന്നും റെഡി ആയില്ല. എന്താണ് നമ്മളുടെ ആ ഒരു നമ്പർ നമ്മൾ റിമൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കണം. അതായത് ആ നമ്പർ നമ്മൾ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വാട്സപ്പ് ഇപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിക്കോ അല്ലെങ്കിൽ ഷാസിം സാറിൻ്റെ പേഴ്സണൽ നമ്പറിക്കോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുക, എന്ത് മെസ്സേജ് ഇട്ടാലോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണ് അവിടെ ഉള്ള ഇഷ്യൂ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? മീൻസ് ഈ ക്ലൗഡ് എന്താണ്, ഈ ബ്ലിങ്ക് എന്താണെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലൗഡാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്, ഹൃദയം എന്നൊക്കെ പറയുന്നത് ക്ലൗഡാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സാധനം അല്ലാണ്ടൊന്നും നടക്കൂല എന്നുള്ളൊരു സംഭവം. ഓക്കെ. ആൻഡ് പിന്നൊരു കാര്യം, നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഇതിൽ ഈ ഓഫ്ലൈനിൽ കാണുന്നത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കോഡും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മളിപ്പോൾ ഇതിൽ ESP32 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ESP32 ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇതിൽ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ കാണിക്കും. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഇതിൽ വന്നിട്ടല്ല കൺട്രോൾ ചെയ്യുക, ഈ ഡിവൈസസിൽ വന്നാൽ നമുക്കവിടെ കാണാൻ പറ്റും. കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. കേട്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇതിലിപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഡെവലപ്പർ സോണിൽ നമ്മൾ 1 2 3 ഇതിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ സ്ട്രീമിൽ എന്ത് ചെയ്ത്, ഇതിൽ വെർച്വൽ പിൻ കൊടുത്തു, ഇതൊക്കെ കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു, ആൻഡ് സേവ് ആൻഡ് അപ്ലൈ കൊടുക്കണം കേട്ടോ. അത് മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അത് ഞാൻ മറന്നൊരു കാര്യമാണിത്. ഞാൻ മറന്നുപോയി തന്നെ. നമ്മൾ ഇതെടുത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം, ഇത് ചെയ്യണം, ആൻഡ് ഡാറ്റ സ്ട്രീം കൊടുക്കണം, അതിൽ കണക്ട് ചെയ്യണം, സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ഓപ്ഷൻ കൊടുക്കണം, ആൻഡ് സേവ് കൊടുക്കണം, ആൻഡ് സേവ് ആൻഡ് അപ്ലൈ കൊടുക്കണം. സേവ് ആൻഡ് അപ്ലൈ കൊടുക്കണം. അപ്പോൾ അത് അവിടെ സേവായി. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസിൽ വരണം. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയി. അപ്പോൾ അത് റെഡി ആയി. ഇതിലൊരു ആവശ്യമില്ല. നമ്മൾ ഡിവൈസിൽ വരുന്നു, ഈ 1 2 3 എടുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഡിവൈസ് ഓഫ്ലൈൻ ആണ്. അതായത് നമുക്ക് ഡിവൈസ് ഓൺലൈൻ ആയാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് അതിപ്പോൾ ഓണാണ്. ESP8266 ഇതിലിപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ലൈറ്റ് ഓൺ ആണോ, ഓഫ് ആണോ, കണ്ടോ, അതെയോ, അതും ഓഫ്ലൈൻ ആണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൺലൈൻ ആയി കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ ആയി തന്നെ കാണിക്കും. ഓൺലൈൻ ആയി എന്നുള്ളത് ഓൺ ആൻഡ് ഓഫ് ആവും. അത്ര തന്നെ ഈ ഒരു ഇതിലുള്ള ഒരു ഓപ്ഷൻ പോകും, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മൾ ഇതിൽ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓണാവും, ഓഫാക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. അങ്ങനെയാണ്. ഓക്കെ, ഡിവൈസ് ഓഫ്ലൈൻ ആണ്. ഒരു മിനിറ്റ്, ഓൺലൈൻ ആവണം. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിൻ്റെ വൈഫൈയിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. കണക്റ്റ് ആവുന്നേ ഉള്ളൂ. കണക്റ്റഡ് ആണല്ലോ. ഒരു സെക്കൻഡ്, ഇതിൻ്റെ ഓഫ്ലൈൻ കാണിക്കുന്നത്. എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഒരു എറർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ബഗ്ഗായിരിക്കാം. നമുക്ക് ഇതിൽ ഓഫ്ലൈനെ കാണിക്കുന്നത് അവിടെ ഓൺലൈൻ കാണിക്കുമ്പോഴിങ്ങനെ ഒരു ഗ്രീൻ കളർ കത്തിയിട്ട് ഈ ഒരു ഇതിൽ ഗ്രീനായിട്ട് അങ്ങനെ ഓൺലൈൻ കാണിക്കും. അപ്പോൾ നമുക്കത് കയറിയിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്.
ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറയണത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ പുറത്തൊന്നും കുറേ റിസോഴ്സിൽ നിന്ന് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് കുറേ പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.